Kpsc മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം ഗസ് ചെയ്തെടുക്കുക. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. തെറ്റിയാലേ എന്താണ് ശരിയായ അർത്ഥം പഠിക്കൂ അല്ലേ? ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. രാത്രി എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ രജനി, ബി ക്ഷഭ, സി വാശുര, ഡി സൃഷ്ടിന്മുഖം. ഏതാണ് വരാത്ത പദം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ഡി സൃഷ്ടിന്മുഖമാണ് എന്ത് തെറ്റായ പദം. എന്താണ് അതിനർത്ഥം? ക്രിയാത്മകം എന്നാണ് അർത്ഥം. രജനി, ക്ഷഭ, വാശുര എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? രാത്രി എന്നാണ് അർത്ഥം. നമ്മൾ പണ്ടത്തെ ക്ലാസ്സുകളിൽ രാത്രിയുടെ കുറേ പര്യായങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1-2 അല്ല, കുറേ പര്യായങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഴയ ക്ലാസ്സുകളൊക്കെ കണ്ടു പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വേതനം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ വേതനി, ബി കൂലി, സി ശമ്പളം, ഡി പ്രതിഫലം. ഏതാണ് വരാത്ത പദം? എളുപ്പല്ലേ? അത് തന്നെ, ഓപ്ഷൻ എ വേദനയാണ് തെറ്റായ പദം. വേദനി എന്ന് പറഞ്ഞാൽ വേദനയാണെന്നൊന്ന് കരുതരുത് കേട്ടോ. വേതനം വാങ്ങുന്ന ആൾ ആരാണോ അല്ലെങ്കിൽ വേതനം വാങ്ങുന്നവനെയാണ് എന്തെന്ന് പറയാ? വേദനി എന്ന് പറയാ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വൈഭവം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ സാമർഥ്യം, ബി ലത, സി ശക്തി, ഡി ശ്രേഷ്ഠത. ഏതാണ് വരാത്ത പദം? ഇതും നിങ്ങൾക്ക് എളുപ്പമാണ്, അറിയാം അല്ലേ? അത് തന്നെ, ഓപ്ഷൻ ബി ലതയാണ് തെറ്റായ പദം. ലത എന്നാൽ വള്ളി എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാചാഗ്രസംഘം എന്ന പദത്തിനർത്ഥം എന്താണ്? ഓപ്ഷൻ എ കൂർത്ത നാക്കുള്ളവർ. അവിടെ കൂർത്ത എന്ന് കഴിഞ്ഞ് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ടൈപ്പ് ചെയ്തപ്പോൾ സേവ് ചെയ്യുമ്പോൾ ആയില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ PDF സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് തിരുത്തി നൽകാം. ഓപ്ഷൻ എ കൂർത്ത നാക്കുള്ളവർ, ബി പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നവർ, സി വാക്കുകൊണ്ടുള്ള യുദ്ധം, ഡി നിയമസംഘം. ഏതാണ് പദത്തിനർത്ഥം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ സി വാക്കുകൊണ്ടുള്ള യുദ്ധത്തിനെയാണ് എന്തെന്ന് പറയാ? വാചാഗ്രസംഘം എന്ന് പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? ഓഡ് വൺ ഔട്ട്. 3 ഒരേപോലെ ഉണ്ടാകും, 1 മാത്രം വേറിട്ട് നിൽക്കും അല്ലേ? ഓപ്ഷൻ എ സ്തുതിപാഠകർ, ബി വൈതാളികർ, സി വന്തി, ഡി വർഹിണം. ഏതാണ് ഒറ്റയാനായി നിൽക്കുന്നത്? കിട്ടിയോ? ഗസ് ചെയ്ത് കഴിഞ്ഞല്ലോ. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ഡി വർഹിണമാണ് ഒറ്റയാനായി നിൽക്കുന്നത്. വർഹിണം എന്ന് പറഞ്ഞാൽ എന്താണ്? മയിൽ എന്നാണ് അർത്ഥം. സ്തുതിപാഠകർ, വൈതാളികർ, വന്തി എന്നുള്ളതിനൊക്കെ ഒരേ അർത്ഥമാണുള്ളത്. അതിന്റെ അർത്ഥം എന്താണെന്ന് അടുത്ത ചോദ്യത്തിൽ നമുക്ക് പഠിക്കാം. ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. സ്തുതിപാഠകർ എന്ന പദത്തിന്റെ തെറ്റായ അർത്ഥം ഏതാണ്? ഓപ്ഷൻ എ ഈശ്വരീയവാദികൾ, ബി രാജപ്രശംസ നടത്തുന്നവർ, സി വന്ദിജനങ്ങൾ, ഡി എല്ലാം ശരി. ഏതാണ് അർത്ഥം? കിട്ടിയോ? ഏതാണ്? ഓപ്ഷൻ എ ഈശ്വരീയവാദികളാണ് തെറ്റായ പദം. രാജപ്രശംസ നടത്തുന്നവരെയാണ് എന്ത് പറയാ? സ്തുതിപാഠകർ എന്ന് പറയാ. വന്ദിജനങ്ങൾ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നേരത്തെ ഉള്ളതിന്റെ അർത്ഥം എന്താണെന്ന്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കഷണങ്ങളാക്കിയ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ശകലി, ബി ശകലിതം, സി ശകലം, ഡി ശകുന്തി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരാം. കഷ്ണം എന്നല്ലേ പറയാ? കഷണം എന്ന് പറയോ എന്ന് ചോദിക്കും. അതായത് ശരിക്കും എഴുതുന്നത് കഷണം എന്ന് തന്നെയാണ്. പിന്നീട് അത് ഉപയോഗത്തിൽ വന്ന് കഷ്ണമായി മാറിയതാണ്. തെറ്റൊന്നുമില്ല കേട്ടോ, അങ്ങനെയും എഴുതാം. പക്ഷെ ശരിയായ രീതി എന്ന് പറയുന്നത് കഷണം എന്നാണ്. ഓക്കെ, ശരി, നിങ്ങൾ ഈ സമയം കൊണ്ട് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് ഓപ്ഷനിലേക്ക് തിരിച്ചു വരാം. ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടന്നാലോ? ഓപ്ഷൻ ബി ശകലിതമാണ് ശരിയായ പദം. ശകലിതം എന്നതിന് കഷണങ്ങളാക്കിയ എന്നതിന് പുറമെ മുറിഞ്ഞ എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. ശകലി എന്ന് പറഞ്ഞാൽ മീൻ എന്നാണ് അർത്ഥം. ശകലം എന്ന് പറഞ്ഞാൽ കഷ്ണം, അംശം, തുണ്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ശകുന്തി എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് അർത്ഥം. ഇതില് ശകുന്തി എന്നും ശകുന്തിക എന്നും പറയും കേട്ടോ പക്ഷിനെ. ഒരേപോലെയുള്ള പദം ആയതുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നത്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ സ്ഫുരിക്കുക, ബി പ്രകാശിക്കുക, സി വ്യാപിക്കുക, ഡി തപം. ഏതാണ് ഒറ്റയാൻ?
ഗസ് ചെയ്തോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് അടക്കാം. ഓപ്ഷൻ ഡി തപമാണ് തെറ്റായ പദം. തപം എന്ന് പറഞ്ഞാൽ തപസ് എന്നാണ് പറയുന്നത്. ബാക്കി സ്ഫുരിക്കുക, പ്രകാശിക്കുക, വ്യാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരേ അർത്ഥമാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ സ്വാധ്യായ നിരതൻ, ബി സ്വധർമ്മ നിരതൻ, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ് വരുന്ന പദം? എളുപ്പല്ലേ? അത് തന്നെ, ഓപ്ഷൻ ബി സ്വധർമ്മ നിരതനാണ് ശരിയായ പദം. സ്വാധ്യായ നിരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപഠനത്തിൽ മുഴുകിയവനെയാണ് പറയാ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. സന്തോഷം നിറഞ്ഞത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ഹർഷാർഷം, ബി ഹർഷപൂരിതം, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. എന്താണ് ഇതില് വരുന്ന പദം ഏതാണ്? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് അടക്കാം. ഓപ്ഷൻ ബി ഹർഷപൂരിതമാണ് ശരിയായ പദം. ഹർഷാർഷം എന്നൊരു വാക്കൊന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയിട്ടതാണ്. ഹർഷപൂരിതം എന്നതാണ് ശരിയായ പദം ട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. കൈ കൊടുക്കൽ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ഹസ്തദാനം, ബി ഹസ്തദാനം, സി ഹസ്തദാനം, ഡി ഇവയൊന്നുമല്ല. ഏതാണ്? ഏത് ദാനാണ് ഇവിടെ വരുന്നത്? കിട്ടിയോ? അത് തന്നെ, ഓപ്ഷൻ ബി ഹസ്തദാനമാണ് ശരിയായ പദം. ബാക്കിയൊക്കെ തെറ്റാണേ. അപ്പൊ ഇതാണ് ഇന്നത്തെ പദങ്ങൾ. മാത്രമല്ല ഇതാണ് 7ാം ക്ലാസ്സിലെ അവസാന ഭാഗവും. നമ്മൾ അടുത്ത ക്ലാസ് മുതൽ 8ാം ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ വരിക, അത്രേ ഉള്ളൂ. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? ഈ വീഡിയോന്റെ അവസാനം വരെ ഒന്ന് കാണാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടെലഗ്രാം ചാനലിനെ കുറിച്ചും ക്ലാസ്സുകളെ കുറിച്ചും വീഡിയോസിനെ കുറിച്ചൊക്കെ ഞാൻ അവസാന ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് പോകുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്. ഈ വീഡിയോ ഒരു 2-3 ആവർത്തി കണ്ടാൽ തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. അതുപോലെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തരംതിരിച്ച് പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടു പഠിക്കുക. ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും നിർബന്ധമായിട്ടും റിവിഷനും ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ എല്ലാ ക്ലാസ്സുകളുടെയും ചോദ്യങ്ങൾ മാത്രമായിട്ടുള്ള PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് ക്ലാസ് ഉണ്ടാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.